മിക്കവാറും എല്ലാവരും ഇവിടെ പോയി ജനിച്ചു. എന്ത് ചെയ്യാം? ജനിക്കുന്നതിന് മുൻപേ നമുക്ക് അങ്ങനെ ഒരു അധികാര സ്വാതന്ത്ര്യം ദൈവം തന്നില്ല. നമ്മുടെ ഉത്തരവാദിത്വം കൂടാതെ, നമ്മുടെ അറിവ് കൂടാതെ, നമ്മുടെ സമ്മതം കൂടാതെ നാം ഒക്കെ ഓരോ വീടുകളിൽ ജനിച്ചു കഴിഞ്ഞു. ഖനാഠ്യന്റെ, ദരിദ്രന്റെ, മലയാളിയുടെ, തമിഴന്റെ, ക്രിസ്ത്യാനിയുടെ, ഹൈന്ദവന്റെ, വിദ്യാസമ്പന്നന്റെ, വിദ്യാവിഹീനന്റെ ഒക്കെ വീടുകളിലായി നമ്മൾ ജനിച്ചു കഴിഞ്ഞു. എന്നാൽ ഇങ്ങനെ ജനിച്ചവർക്ക് ദൈവം മറ്റൊരു അധികാരം തന്നു. എന്തിനുള്ള അധികാരമാണ്? ബറാക് ഒബാമയുടെ മകനാകാനല്ല കേട്ടോ. ദൈവം ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ബ്രിട്ടൻ രാജകുടുംബത്തിൽ ജനിക്കാനല്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയ അധികാരത്തിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമില്ല. ഇപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം രാജാതിരാജന്റെ കുലത്തിൽ പിറക്കുവാൻ, ദേവാദിദേവന്റെ ഓമന പുത്രന്മാരാകുവാൻ, കർത്താവിന്റെ അനന്തരാവകാശികളാകുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. അങ്ങനെയാണ് വിശ്വാസത്താൽ, ഏറ്റുപറച്ചില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം മക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധികാരം ഇതാ കേട്ടോ. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ ഇനി മടിക്കരുത്. ആർക്കാ ദൈവം തന്നിരിക്കുന്ന ഇത്? ഏതാനും ചിലർക്കല്ല, യഹൂദന്മാർക്കല്ല കേട്ടോ. എല്ലാവർക്കും ദൈവം അധികാരം തന്നിരിക്കുക. ഇനി നമ്മളത് പ്രായോഗികത്തിൽ കൊണ്ടുവന്നേച്ചാൽ മതി. ഒരു അപ്പച്ചൻ, പുള്ളിയുടെ കയ്യിൽ ഒരു പേപ്പർ കഷ്ണമുണ്ട്. പുള്ളി അതിനകത്തെ മുറുക്കാൻ വെറ്റില, പാക്ക്, ചുണ്ണാമ്പ് എല്ലാം കൂടെ ചുരുട്ടി എഴുതി കൊണ്ട് നടക്കും. പക്ഷെ ഈ പേപ്പർ എന്തുവാന്നറിയണോ? കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിൽ 1 കോടിയുടെ 1ാം സമ്മാനം മേടിച്ച ടിക്കറ്റാണ്. എന്നെ കൂടെ അപ്പച്ചൻ അറിഞ്ഞുകൂടാ ഇതെന്താണെന്ന്. ഭാഗ്യക്കുറി 1ാം സമ്മാനം കിട്ടിയ പേപ്പറാണെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. പുള്ളി അത് വാക്ക് ചുറ്റിക്കൊണ്ട് നടക്കുക. ഇതുപോലെ ദൈവം തമ്പുരാൻ എല്ലാവർക്കും കൊടുത്തിരിക്കുക. എന്തിനുള്ള അധികാരം? ദൈവമക്കളാകുക. ദൈവം കൊടുത്തിരിക്കുക മഹാഭാഗ്യം. ഏത് ഭാഗ്യം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യക്കുറി നമുക്ക് കിട്ടിയിരിക്കുക. എൻകാഷ് ചെയ്തേച്ചാൽ മതി, അക്സെപ്റ്റ് ചെയ്തേച്ചാൽ മതി, അതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞേച്ചാൽ മതി, റിയലൈസ് ചെയ്തേച്ചാൽ മതി, ഒന്ന് സബ്മിറ്റ് ചെയ്തേച്ചാൽ മതി, ഒന്ന് വാഗോണ്ട് ഏറ്റു പറഞ്ഞാൽ മതി, ഒന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. ആ പരമഭാഗ്യം ഈ ആയുസ്സിൽ നേടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. സിംഗപ്പൂരിൽ വരുന്ന പോലോ, കുവൈറ്റിൽ പോകുന്ന പോലോ, അമേരിക്കയിൽ പോകുന്ന പോലോ ഒന്നും അല്ല കേട്ടോ ഇത്. അനന്തകാല ദൈവമായ കർത്താവിനോട് കൂടെ വസിക്കത്തക്കവണ്ണം ലംഘനങ്ങൾ മാഞ്ഞവരായി, എല്ലാ ശാപവും നീങ്ങിയവരായി ദൈവത്തോടു കൂടെ വസിക്കുവാൻ തക്കവണ്ണമുള്ള ആ പരമഭാഗ്യം ദൈവം തന്നിരിക്കുക. മാർഗം എന്താ? വിശ്വസിക്കുക. നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമുള്ള കാര്യമാ വായു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? എല്ലായിടത്തും എപ്പോഴും എല്ലാവർക്കും അത് സൗജന്യമായി തന്നിരിക്കുന്നു. ടാമ്പയിൽ ഉണ്ടായിരുന്നു, മിനിയാപോലിസിൽ ഉണ്ടായിരുന്നു, ടോക്കിയോയിൽ ഉണ്ടായിരുന്നു, ഈ സിംഗപ്പൂരിലും വന്നിരിക്കുന്ന വായു എനിക്ക് വേണ്ട, പാടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മൂക്കും വായും പൊത്തിപ്പിടിച്ചിരുന്നാൽ എന്റെ മരണത്തിന് ആരാ ഉത്തരവാദി? ദൈവമാണോ? വായുവാണോ? അല്ല. ഞാൻ വേണ്ട എന്ന് വെക്കുന്നുവെങ്കിൽ ഞാൻ തന്നെ അതിന് ഉത്തരവാദി. എല്ലായിടത്തും ഉണ്ട്, സൗജന്യമാ. ഞാൻ വിളിച്ചില്ല, ക്ഷണിച്ചില്ല, കൊടുത്തില്ല കാശ് ഒന്നിനും. എന്നിട്ടും എന്താ ദൈവം ഇത് എല്ലായിടത്തും തന്നേന്നറിയാമോ? ഇത് കൂടാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ തന്നെ അതിന്റെ വില നമുക്ക് കൊടുക്കുവാൻ ഒക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ദൈവം എല്ലായിടത്തും എപ്പോഴും സൗജന്യമായി ഇത് തന്നിരിക്കുക. ഇതുപോലെ ദൈവമകനാകുവാനുള്ള സ്വാതന്ത്ര്യ അവകാശം, പാപങ്ങൾ മോചിച്ച് കിട്ടുവാനുള്ള സ്വാതന്ത്ര്യ അവകാശം ദൈവം എല്ലായിടത്തും എപ്പോഴും എല്ലാവർക്കും സൗജന്യമായി തന്നിരിക്കുക. ഈ 8:45 കഴിഞ്ഞ സമയത്ത് ഈ സിംഗപ്പൂരിന്റെ ഈ പട്ടണത്തിലെ ഈ അപ്സ്റ്റേഴ്സിലെ ഈ മുറിയിൽ ഇരിക്കുന്ന ഈ ചെറിയ കൂട്ടത്തിൽ ദൈവം അതിനുള്ള സ്വാവകാശം തന്നിരിക്കുക. നമ്മൾ കൈക്കൊണ്ടാൽ മതി, വിശ്വസിച്ചാൽ മതി, നാം ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കൈക്കൊള്ളണമേ, അങ്ങയുടെ സനാതന സത്യം ഞാൻ ഉൾക്കൊള്ളുന്നു, ആ പരമസത്യത്തെ ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അങ്ങേ വേണം എന്നൊന്ന് പറയുമോ? ഈ നിമിഷം ദൈവമകൻ, നാളെയല്ല, മറ്റന്നാളല്ല, ഇപ്പോൾ 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 ദൈവമകൻ. പൗലോസ് പറഞ്ഞത് ഞാൻ ആവർത്തിക്കട്ടെ. പൗലോസ് ഗ്രീക്കിൽ പറഞ്ഞത് ഞാൻ മലയാളത്തിൽ പറയട്ടെ. പൗലോസ് 2000 വർഷങ്ങൾക്കപ്പുറം നിന്ന് അരോപകുന്നിൽ നിന്ന് പറഞ്ഞത് ഈ അപ്സ്റ്റേഴ്സിൽ നിന്ന്, ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഞാൻ മലയാളത്തിൽ പറയട്ടെ.
എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോഴെല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എഴുന്നേൽക്കാം, നമുക്ക് ഗായക സംഘം മുമ്പോട്ട് കടന്നു വരാം. ഒരു ഗാനം നാം ആലപിക്കുവാൻ പോവുകയാണ്. സ്വർഗ്ഗ പിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുവന്റെ സർവസ്വവും നിൻ മുൻപിൽ സമർപ്പിക്കുന്നു. ആ ഗാനം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും കണ്ണുകൾ അടച്ച് ധ്യാനപൂർവ്വം വാക്കുകൾ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആ ഗാനം ആലപിക്കാം. സ്തുതിക്കുന്നു ദൈവപിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണ് കുമ്പിടുന്നു. യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, യേശുവിനാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു, ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. സഹോദരന്മാർ കരങ്ങൾ കോർത്തു പിടിക്കാൻ, സഹോദരിമാര് കരങ്ങൾ കോർത്തു പിടിക്കാം. നമ്മൾ ഒരുമിച്ച് ഒരു സ്പിരിച്വൽ വാർഫെയറിലാണ്. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് ചിലരുടെ ഉള്ളങ്ങളിൽ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആയുസ് ദൈവം നമുക്ക് തന്നെങ്കിൽ, ആരോഗ്യം ദൈവം നമുക്ക് തന്നെങ്കിൽ, ഇതുവരെ ജീവിച്ചിരിക്കുവാൻ കർത്താവ് അനുവദിച്ചെങ്കിൽ, ഇതുവരെ മരണം കാണാതിരിപ്പാൻ ദൈവം ഇടവരുത്തിയെങ്കിൽ ഒരുപക്ഷെ ഈ ദിവസത്തിന് വേണ്ടി ആയിരുന്നിരിക്കാം. ആ കമ്മിറ്റ്മെന്റ്, ആ സമ്പൂർണ്ണ സമർപ്പണം
ഇന്ന് രാത്രിയിൽ നിർവഹിക്കുവാൻ പരിശുദ്ധാത്മാവെ ഹേമിക്കുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. തെറ്റിദ്ധാരണകൾ നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. ധാരണ പിശക്, സ്വയനീതി നമ്മെ നരകത്തിൽ കൊണ്ടെത്തിക്കും. രാത്രി യേശുവിനോട് പറയുമോ, യേശുവേ, ജീവനും എന്റെ സർവസ്വവും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. യേശുവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ വണങ്ങുന്നു. എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ യേശുവേ, ഞാനിതാ ഒരു പൈതലിനെ പോലെ, ഒരു കുഞ്ഞിനെ പോലെ അങ്ങയുടെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുന്നു. എത്ര പേര് പറയും? ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ആ താല്പര്യം ദൈവം ജനിപ്പിച്ചവരുണ്ട്. രാത്രി പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അമാന്തിക്കരുത്, ഏൽപ്പിച്ചു കൊടുക്കാം. ഹൃദയന്തർഭാഗത്ത് അങ്ങനെ ഒരു സമർപ്പണം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നവർ എന്നോടൊരുമിച്ച് പ്രാർത്ഥിക്കുമോ? പ്രിയ കർത്താവേ, എന്റെ ആയുസ് അങ്ങാണ് തന്നത്, എന്റെ സർവസ്വം അങ്ങാണ് തന്നത്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം അങ്ങ് തന്നതാണ്. എന്നാൽ അങ്ങേ എന്റെ ജീവിതം കൊണ്ട് ബഹുമാനിക്കുവാൻ, അങ്ങേ എന്റെ ജീവിതം കൊണ്ട് അനുസരിക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ അങ്ങയുടെ മകനായി കൈക്കൊള്ളണമേ, എന്നെ അങ്ങയുടെ മകളായി കൈക്കൊള്ളണമേ. ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു, ഈ ഹോള് വിട്ടു പോകുമ്പോൾ ഒരൊറ്റ വ്യക്തി പോലും അങ്ങേ കൂടാതെ ഇവിടുന്ന് പോകരുതേ കർത്താവേ. ഈ ഹോളിലിരിക്കുന്ന ആരും നരകത്തിൽ തീപ്പൊയ്കയിൽ പോകരുതേ കർത്താവേ. പാപത്തിന്റെ ശമ്പളമായ മരണത്തിനാരും യോഗ്യരാകരുതേ കർത്താവേ. ഈ മുറിയിൽ ഇന്ന് ഈ ശബ്ദം കേട്ട എല്ലാവരും കാഹളം ധ്വനിക്കുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ എത്തുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമർപ്പണത്തിനായി യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജനത്തെ ഞങ്ങൾ അവകാശം പറയുകയാണ്. അതങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ.